എന്താണ് ഈ വാച്ച് അവർ? എന്താണ് ഈ 4000 വാച്ച് അവർ കൊണ്ട് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത്? ഹായ് ഗൈസ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ വാച്ച് അവർ? എന്താണ് ഈ 4000 വാച്ച് അവർ കൊണ്ട് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ 4000 വാച്ച് അവർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത്. ആദ്യം തന്നെ വാച്ച് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ വാച്ച് അവർ എന്നുള്ള സംശയം എല്ലാവർക്കും മനസ്സിലുണ്ടാവും. എന്താണ് വാച്ച് അവർ എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ വാച്ച് അവർ എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നിങ്ങളുടെ വീഡിയോ കാണാൻ വരുന്ന കാണികൾ നിങ്ങളുടെ വീഡിയോയിൽ എത്രത്തോളം ടൈം ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ഈ വാച്ച് അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ 4000 വാച്ച് അവറാണ് വേണ്ടത് നമുക്ക് ഈ പറയുന്ന മോണിറ്റൈസേഷൻ എലിജിബിൾ ആവാനായിട്ട്. ഒരു വാച്ച് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 മിനിറ്റാണ്, അതായത് 1 അവറാണ് ഒരു വാച്ച് അവർ എന്നുള്ളത്. അങ്ങനെയുള്ളത് നമുക്ക് 4000 വാച്ച് അവറാണ് നമുക്ക് യൂട്യൂബിൽ വേണ്ടത് മോണിറ്റൈസേഷൻ എലിജിബിൾ ആവാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ 4000 വാച്ച് അവറിനെ നമുക്ക് മിനിറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യാം. 4000 വാച്ച് അവറിനെ മിനിറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2,40,000 മിനിറ്റുകളാണ് നമുക്ക് വേണ്ടത് യൂട്യൂബ് മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി ആവാനായിട്ട്. കാരണം ഈ ഒരു മിനിറ്റുകൾ നിങ്ങൾ അച്ചീവ് ചെയ്യണം, അഥവാ ഈ ഒരു വാച്ച് അവർ നിങ്ങൾ അച്ചീവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന യൂട്യൂബിൽ മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി വരത്തുള്ളൂ. അപ്പാർട്ട് ഫ്രം സബ്സ്ക്രൈബേഴ്സ്, 1000 സബ്സ്ക്രൈബേഴ്സിന് പുറമെ ഇതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് 2 സെനാറിയോ തരാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ ഫോളോവേഴ്സ്, നിങ്ങളെ പറയുന്ന ഈ പറയുന്ന യൂട്യൂബ് ചാനലിൽ വരുന്ന നിങ്ങളെ സബ്സ്ക്രൈബേഴ്സായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 സെനാറിയോ തരാം. ഈ 2 സെനാറിയോയിൽ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റായി വരുന്നത് ആ തരത്തിലുള്ള വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. സെനാരിയോ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു 5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വെക്കാം. നിങ്ങളൊരു 5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ വരുന്ന കാണികൾ ഏകദേശം നമുക്ക് വേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 50,000 അല്ലെങ്കിൽ 40,000 ഈ പറയുന്ന ഓഡിയൻസ് നമുക്ക് വേണ്ടി വരും ഈ 5 മിനിറ്റ് വീഡിയോ കാണാനായിട്ട്. ഈ ഒരു 5 മിനിറ്റ് വീഡിയോ ഈ പറയുന്ന 40,000 അല്ലെങ്കിൽ 50,000 കാണികൾ ഓഡിയൻസ് സ്കിപ്പ് ചെയ്യാതെ ഫ്രം ബിഗിനിങ് ടു എൻഡ് കണ്ടു തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 50,000 ഈ പറയുന്ന ഓഡിയൻസിനെ മതിയാവും നിങ്ങൾ വാച്ച് ടൈം എത്തിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ സെനാരിയോ 2 എന്നുള്ളത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള വീഡിയോസാണ്. അതായത് നേരത്തെ ഞാൻ 5 മിനിറ്റ് എന്നുള്ളത് പറഞ്ഞത്, ഇവിടെ സ്ട്രൈറ്റ് അവേ നമുക്ക് 20 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണെന്ന് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 20 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് വയ്ക്കുക. ഈ സെയിം കാണികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ ചോദിക്കും. അതായത് 20 മിനിറ്റ് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തു, അപ്പോൾ എനിക്ക് ഇപ്പോഴും ഈ പറയുന്ന 50,000 48,000 ആൾക്കാർ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല. നിങ്ങൾക്ക് വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 12,000 പേര് മാത്രം മതിയാവും, 12,000 ഓഡിയൻസ് മാത്രം മതിയാവും. പക്ഷേ ഈ 12,000 ഓഡിയൻസും നിങ്ങളുടെ വീഡിയോ ഫ്രം ബിഗിനിങ് ടു എൻഡ് സ്കിപ്പ് ചെയ്യാതെ കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറയുന്ന വാച്ച് ടൈം അച്ചീവ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വീഡിയോ നിങ്ങൾ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റിയുള്ള വീഡിയോ എടുക്കുക. അതായത് നിങ്ങൾ കുറച്ചുകൂടി ഹൈ ക്വാളിറ്റി, കുറച്ച് ക്യാമറ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ വെച്ച് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ വോയിസ് കുറച്ച് ബെറ്റർ ആയിട്ട് വേണം. വോയിസ് മൈക്കും കാര്യങ്ങൾ യൂസ് ചെയ്ത് വോയിസ് ബെറ്റർ ആക്കുക. അതുപോലെ തന്നെ കണ്ടന്റ് നല്ല ക്വാളിറ്റി കണ്ടന്റ് നിങ്ങൾ മാക്സിമം പോസ്റ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾ പറയുന്ന ലോങ്ങർ വീഡിയോസിന് ഈ പറയുന്ന ഓഡിയൻസ് റിട്ടൻഷൻ ആവത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ക്വാളിറ്റി ഇല്ല, ബാക്കി 2 ഓക്കെയാണ്, പക്ഷേ കണ്ടന്റ് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓഡിയൻസ് റിട്ടൻഷൻ ആവത്തില്ല. അപ്പോൾ മാക്സിമം കണ്ടന്റ് ക്വാളിറ്റിയും ഈ പറയുന്ന വീഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റിയും കൂടി നിങ്ങൾ കൂട്ടിക്കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ പറയുന്ന വീഡിയോസിൽ ഈ പറയുന്ന ഓഡിയൻസ് റിട്ടൻഷനായി നിങ്ങൾക്ക് ഈ പറയുന്ന വാച്ച് ടൈം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ യൂട്യൂബ് നമുക്ക് അവസരം കൂടി തരുന്നുണ്ട്. നമുക്ക് 365 ഡേയ്സ്, അതായത് 1 വർഷം വരെ നമുക്ക് ഈ പറയുന്ന ഈ വാച്ച് അവർ എത്തിക്കാനുള്ള സമയം നമുക്ക് തരുന്നുണ്ട്. മാക്സിമം 1 വർഷത്തിനകത്ത് തന്നെ ഈ പറയുന്ന വാച്ച് അവർ എത്തിക്കാൻ നമുക്ക് 4000 മണിക്കൂർ നമുക്ക് എത്തിക്കാനായിട്ട് 1 വർഷം യൂട്യൂബ് തരുന്നുണ്ട്. അപ്പോൾ 1 വർഷവും നമ്മൾ ഇതിനുവേണ്ടി പരിശ്രമിക്കുക, ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചെടുക്കുക. ഇൻ കേസ് നിങ്ങൾ 4000 മണിക്കൂർ 1 വർഷമായിട്ട് എത്തിക്കാൻ പറ്റിയില്ല, ചിലപ്പോൾ 1 വർഷമായിട്ട് നിങ്ങൾക്ക് 3000 മണിക്കൂറോ അല്ലെങ്കിൽ 2000 മണിക്കൂർ എത്തിക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് വെക്കുക. നിങ്ങൾക്ക് അടുത്ത വർഷം പിന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കാരണം ഇത് വർഷം റിന്യൂ ആവും. 1 വർഷം വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷം ബിഗിനിങ് ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന വാച്ച് അവർ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകും. പുതിയ വാച്ച് അവർ ആയിരിക്കും സ്റ്റാർട്ടിങ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വാച്ച് അവർ 1 വർഷത്തിനകത്ത് 4000 എത്തിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് 2000 എത്തിക്കാൻ പറ്റിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അടുത്ത വർഷം തൊട്ട് ഒന്നുകൂടി റിന്യൂ ആവും, പിന്നെയും 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ നിങ്ങൾ 0 നിന്ന് അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു നോളജ് ഉണ്ട്. ഈ പറയുന്ന കഴിഞ്ഞ വർഷം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ പറയുന്ന വാച്ച് അവർ കൂട്ടിയിട്ടുള്ളത് എന്നുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത ലെവലിൽ നിങ്ങൾ അടുത്ത വർഷം ഒന്നുകൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ബെറ്റർ ക്വാളിറ്റി കണ്ടന്റ് ഒക്കെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ 1 വർഷം പോലും വേണ്ട, അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന റീച്ച് കിട്ടും, നിങ്ങൾ പറയുന്ന വാച്ച് അവറും അച്ചീവ് ചെയ്യാൻ പറ്റും.